നിയമസഭയിലേക്കാണ് പോകുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുകയാണ്. ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കാനാവോളം വിഷയങ്ങളുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. ബഹുമാനപ്പെട്ട സിഎം, ചോദ്യം. സർ, ഉണ്ട് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19/1/26 വരെ 3360 വായ്പകൾ അനുവദിച്ചതിലൂടെ 2963 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംരംഭങ്ങൾക്കായി ആകെ 1286 കോടി 96 ലക്ഷം രൂപ പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ സഭാ കവാടത്തിൽ സത്യാഗ്രഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. അതായത് പ്രത്യക്ഷ സമരത്തിലേക്ക് തന്നെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം സഭയ്ക്കകത്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നത്. അവിടെ പ്ലക്കാർഡുകളും ബാനറുകളും ഏന്തിയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷാംഗങ്ങൾ എത്തിയത്. പോറ്റിയെ കയറ്റി എന്ന പാരഡി ഗാനത്തിന്റെ വരികളടക്കം ഉള്ള ബാനറുകളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സഭയിൽ പ്രതിപക്ഷം എത്തിയതെങ്കിൽ ഇന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു. സഭയിലെ പ്രതിഷേധത്തിന് പുറത്തേക്ക് കൂടി ആ പ്രതിഷേധം ഇറങ്ങുന്നു. സഭാ സത്യാഗ്രഹത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാരംഗ് വിശദാംശങ്ങളുമായി. സാരംഗ്, വിവരങ്ങൾ. ഇതിനകം ഒരു സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. പക്ഷേ പ്രത്യക്ഷ സമരം, അതായത് ഈ ഒരു ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദമുണ്ട്. അതിനെതിരെ സമര നടപടികൾ പ്രതിപക്ഷം പ്രഖ്യാപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കോൺഗ്രസിന്റേതും UDF-ന്റെയും തീരുമാനം അങ്ങനെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അതിനൊപ്പം തന്നെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല. സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സത്യാഗ്രഹ സമരം ഇപ്പോൾ നിയമസഭയ്ക്ക് മുൻപിൽ നടക്കുമെന്നാണ് പറയുന്നത്. അതായത് CR മഹേഷും നജീബ് കാന്തപുരവും സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് വരും. പക്ഷേ സഭാ നടപടികൾ അലങ്കോലപ്പെടുത്താനോ അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനോ തയ്യാറല്ല. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് ഹൈക്കോടതിക്കെതിരെയായിട്ടുള്ള ഒരു സമരമായിട്ട് കണക്കാക്കണം. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിയന്ത്രണം, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിയന്ത്രണവും ഒപ്പം തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഹൈക്കോടതിയാണ്. ആ ഒരു അന്വേഷണ സംഘത്തിനെതിരെയായിട്ടുള്ള ഒരു സമരം, അത് ഹൈക്കോടതിക്കെതിരെയായിട്ടുള്ള സമരമായിട്ട് തന്നെ കണക്കാക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ ഈ ഒരു കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉന്നയിക്കാതെ തന്നെ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സമരപരിപാടികളുമായി, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11 മണിക്കാണ് സെക്രട്ടേറിയറ്റ് മാർച്ച്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സത്യാഗ്രഹ സമരവും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് സഭ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല. സഭാ നടപടികളുമായി സഹകരിക്കും. പക്ഷെ അതിനൊപ്പം തന്നെ സമാന്തരമായി സെക്രട്ടേറിയറ്റ് മാർച്ചും ഒപ്പം തന്നെ ഈ സത്യാഗ്രഹ സമരവും നടക്കും. ആ രീതിയിലാണ് ഇപ്പോൾ സഭ ആരംഭിച്ചിരിക്കുന്നത്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. അതായത് സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നില്ല എന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിരിക്കുന്നു. പകരം സഭയ്ക്ക് പുറത്ത് സഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നജീബ് കാന്തപുരവും CR മഹേഷുമായിരിക്കും ആദ്യം സത്യാഗ്രഹം ഇരിക്കുക. ഇതോടൊപ്പം സഭാ നടപടികളുമായി സഹകരിക്കുകയും ചെയ്യും. ആ തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പ്രതിപക്ഷം ആലോചിക്കുന്നത്. സ്വർണ്ണക്കൊള്ള തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം ഉയർത്തി. മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴടക്കം പശ്ചാത്തലത്തിൽ നമുക്ക് മുദ്രാവാക്യങ്ങൾ കേൾക്കാമായിരുന്നു. പക്ഷേ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ അറിയിച്ചത്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. നേരത്തെ സാരംഗ് സൂചിപ്പിച്ചതുപോലെ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധമുണ്ടാവും. സഭയ്ക്കകത്ത് ഈ രീതിയിൽ സമാധാനപരമായി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഇത് ഹൈക്കോടതി പ്രഖ്യാപിച്ച അന്വേഷണമാണ്. ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് ഹൈക്കോടതിക്കെതിരായ സമരമായി വേണം കണക്കാക്കാൻ എന്നാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ സഭയിൽ പറഞ്ഞത്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവും ഉയർത്തിയാണ് പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.